എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 15 ശ്ലോകം 8, 9, 10, 11, 12, 13 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. സ ഋഷി പ്രാർത്ഥിത പത്ന്യാ ശുശ്രൂജാപത്യകാമ്യയാ ശ്രവൈതോ ഭൈർമന്ത്രൈഃ ചരും സ്നാതും ഗതോ മുനി. അപത്യകാമ്യയ സന്താനാഗ്രഹത്താൽ, പത്ന്യ പത്നിയാലും, ശുശ്രൂജ പത്നിയുടെ അമ്മയാലും, പ്രാർത്ഥിത സ ഋഷി പ്രാർത്ഥിക്കപ്പെട്ട ആ ഋഷി, ഉഭയൈ മന്ത്രൈഹി രണ്ടുവിധം മന്ത്രങ്ങൾ കൊണ്ട്, ചരും ശ്രപയിത്വ ചരുവിനെ ഉണ്ടാക്കിയിട്ട്, മുനി സ്നാതും ഗത സ്നാനത്തിനായിക്കൊണ്ട് ഗമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സന്താനം ഉണ്ടാകണം എന്ന് രണ്ടുപേർക്കും, അമ്മയ്ക്കും മകൾക്കും ആഗ്രഹം. ഗാധിയുടെ ഋചീകന്റെ ഭാര്യ ആണല്ലോ സത്യവതി. സത്യവതിയുടെ അമ്മയും പറഞ്ഞു എനിക്ക് ഒരു സന്താനം ഉണ്ടാവണമെന്ന്. അങ്ങനെ അപ്പോ ഋചിക മഹർഷി എന്ത് ചെയ്തു വെച്ചാൽ, തന്റെ പത്നിക്ക് ബ്രാഹ്മണ തേജസ്സോട് കൂടിയിട്ട് ഒരു കുഞ്ഞി ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് മന്ത്രം ജപിച്ചു. പത്നിയുടെ മാതാവിന് ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ടുള്ള സന്താനം ഉണ്ടാവണം എന്നുള്ള സങ്കല്പം കൊണ്ട് അങ്ങനെ രണ്ടുവിധം മന്ത്രങ്ങൾ ജപിച്ച് ഹോമദ്രവ്യം തയ്യാറാക്കി വെച്ചു. എന്നിട്ട് മുനി കുളിക്കാൻ പോയി. താവൽ സത്യവതീ മാത്ര സ്വചരും യാചിതാ സതി ശ്രേഷ്ഠം മത്വാ തയായച്ഛൽ മാത്രേ മാതുരതൽ സ്വയം. താവത് അപ്പോൾ, തയാ മാത്ര ആ മാതാവിനാൽ, സ്വചരും ശ്രേഷ്ഠം മത്വ തന്റെ ചരുവിന് ശ്രേഷ്ഠമെന്ന് വിചാരിച്ചിട്ട്, യാചിത യാചിക്കപ്പെട്ടു, സതി സത്യവതി സതിയായ സത്യവതി, മാത്രേ മാതാവിനായിക്കൊണ്ട്, അയച്ചത് കൊടുത്തു, മാതാവിൻ്റെതിനെ സ്വയം അതത് താനും ഭക്ഷി. അപ്പൊ മഹർഷി കുളിക്കാൻ പോയിരിക്കല്ലേ. അപ്പൊ ഈ സത്യവതിയുടെ അമ്മ പുത്രിയോട് പറയാ, അതെ നിനക്ക് ജപിച്ചു വെച്ചിരിക്കുന്നത് അത് എനിക്ക് തന്നോളൂ. ആ അമ്മ വിചാരിച്ചു ഭാര്യയല്ലേ, അപ്പൊ നല്ല ഏറ്റവും നന്നായിട്ട് ഉത്കൃഷ്ട മന്ത്രം ജപിച്ചിട്ടായിരിക്കും മകൾക്ക് കൊടുത്തിണ്ടാവുക. അപ്പൊ അത് എനിക്ക് വേണം. എന്തൊരു അമ്മയല്ലേ. എന്നിട്ട് ആ അമ്മ പറയാണ്, അത് എനിക്ക് തന്നോളൂ, നീ എനിക്ക് ജപിച്ചു തന്നത് നീ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുത്രിയുടെ ഉത്കൃഷ്ട മന്ത്രത്തെ ജപിക്കപ്പെട്ടതായിരിക്കും. അതാണ് ആ അമ്മ വിചാരിച്ചത്. നല്ല സ്വഭാവമുള്ള, ഒന്നും പറഞ്ഞില്ല, മറുത്തൊന്നും പറയാതെ പരിശുദ്ധ സ്വഭാവമുള്ള സത്യവതി അതുപോലെ അമ്മ പറഞ്ഞ പോലെ തന്നെ തന്റെ ചരു അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ ഇതൊക്കെ ജപിച്ചു വെച്ചത് സത്യവതിയും ഭക്ഷിച്ചു. മുനി മടങ്ങി വന്നപ്പോഴാണ്, തദ്വിജ്ഞായ മുനി പ്രാഹ പത്നീം കഷ്ടമകാരഷി ഘോരോ ദണ്ഡധരപുത്രോ ഭ്രാതാതേ ബ്രഹ്മവിത്തമ. തദ്വിജ്ഞായ അതിനെ അറിഞ്ഞിട്ട്, മുനി പത്നിയും ഭാര്യയോട് പ്രാഹ പറഞ്ഞു, കഷ്ടം അകാരഷി നീ കഷ്ടമായ കാര്യത്തെ ചെയ്തു, പുത്ര പുത്രൻ, ഘോര ദണ്ഡധര ഭയങ്കരനും ശാസിക്കുന്നവനുമായിരിക്കും, തേ ഭ്രാത നിന്റെ സഹോദരൻ, ബ്രഹ്മവിത്തമ ബ്രഹ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനും ആയിരിക്കും. അപ്പൊ സ്നാനം കഴിഞ്ഞ് മടങ്ങി വന്ന മുനി തന്റെ ഭാര്യ ചെയ്ത ചരു മാറ്റത്തെ പറ്റി അറിഞ്ഞപ്പോ ഭാര്യയോട് പറഞ്ഞു, കഷ്ടം, നീ ചെയ്തത് വളരെ മോശമായി. നിനക്കുണ്ടാകുന്ന പുത്രനുണ്ടല്ലോ ശാസ്ത്രധാരിയും ക്രൂര സ്വഭാവമുള്ളവനായിട്ട് മാറും. അങ്ങനെ ആയിരിക്കും നിന്റെ പുത്രൻ. നിന്റെ സഹോദരനോ ബ്രഹ്മജ്ഞന്മാരിൽ ഉത്തമനായിട്ടും ഭവിക്കും. അപ്പോൾ അമ്മയ്ക്ക് ക്ഷാത്ര തേജസ്സുള്ള പുത്രൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയ്ക്ക് അങ്ങനെ കൊടുത്തത്. പക്ഷേ മാറ്റി കഴിച്ചില്ലേ. സത്യവതിക്ക് ആ വിഷമായി. അപ്പൊ മാപ്പ് പറയണു. പ്രസാദിത സത്യവത്യാ മൈവം ഭൂതിഥി ഭാർഗവ അഥ തർഹി ഭവേൽ പൗത്രോ ജമദഗ്നിസ്തതോ ഭവൽ. ഏവം മാഭൂത് അങ്ങനെ ഭവിക്കരുതെന്ന് സത്യവത്യ പ്രസാദിത സത്യവതിയിൽ പ്രസാദിക്കപ്പെട്ട ഭാർഗവ ഋചീകൻ. അഥ തർഹി എന്നാൽ പൗത്ര ഭവേൽ പൗത്രൻ ഭവിക്കും. തഥാ അവളിൽ നിന്ന് ജമദഗ്നി അഭവൽ ഉണ്ടായി. അങ്ങനെ വരാതിരിക്കാൻ അനുഗ്രഹിക്കണേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ സത്യവതി പറഞ്ഞപ്പോ, ക്രൂര സ്വഭാവമുള്ളതായിരിക്കും എന്ന് പറഞ്ഞല്ലോ മകൻ, അങ്ങനെയൊന്നും വരാതിരിക്കാൻ അനുഗ്രഹിക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോ സത്യവതിയുടെ വാക്കുകൊണ്ട് സന്തോഷിച്ച ഋചീക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ പുത്രൻ ഘോരനും ശാസ്ത്രധാരിയൊന്നുമായിട്ട് ഭവിക്കില്ല. പുത്രന്റെ പുത്രൻ, പക്ഷെ ഞാൻ ശപിച്ചല്ലോ, അതെന്തായാലും അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല.
നിന്റെ പുത്രൻ നല്ല പുത്രനായിരിക്കും, പുത്രന്റെ പുത്രൻ ഘോരനും ദണ്ഡധരനുമായി ഭവിക്കാതിരിക്കില്ല, അത് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യവതിയിലെ ജമദഗ്നി മഹർഷി ഉണ്ടായി. സാചാഭൂത്സു മഹാപുണ്യ കൗശികീ ലോകപാവനി രേണോ സുതാം രേണുകാം വൈ ജമദഗ്നി ഉവാഹയാം തസ്യാം വൈ ഭാർഗവർഷേ സുതാ വസുമദാദയ യവീയാൻ ജജ്ഞയേതേഷാം രാമയിത്യഭിവിശ്രുത. സാച അവളും സുമഹാപുണ്യ ഏറ്റവും മഹത്തായ പുണ്യത്തെ ജനിപ്പിക്കുന്നതും ലോകപാവനി ലോകത്തെ പരിശുദ്ധി വരുത്തുന്നതുമായ കൗശികി അഭൂത് കൗശികിയായിട്ട് ഭവിച്ചു. രേണോ സുതാം രേണുവിന്റെ പുത്രിയായ യാം രേണുകാം യാതൊരു രേണുകയെ ജമദഗ്നി ഉവാഹ ജമദഗ്നി കല്യാണം കഴിച്ചുവോ. ഭാർഗവഋഷേ ജമദഗ്നിക്ക് തസ്യാം അവളിൽ വസുമദാതയ സുതാഹ വസുമാൻ മുതലായ പുത്രന്മാര് ജനിച്ചു. ഏതേഷാം ഇവരിൽ യവീയാൻ യാ കനിഷ്ഠൻ യാതൊരുവനോ സ രാമ ഇതി അഭിവിശ്രുത അദ്ദേഹം രാമൻ എന്ന വിഖ്യാതകനാവുന്നു. അങ്ങനെ സത്യവതി ദേഹാവസാനത്തില് ലോകത്തെ പരിശുദ്ധമാക്കുന്നതിന് സമർത്ഥവും പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതുമായ കൗശികി നദിയായിട്ട് ഭവിച്ചു. സത്യവതി ഒരു നദിയായിട്ട് ഭവിച്ചു. അത് നല്ലൊരു നദി, അതാണ് ലോകത്തെ പുണ്യമായിട്ടുള്ള ഒരു നദിയായിട്ടാണ് മാറി എന്ന് പറയുന്നത് സത്യവതി ദേഹം വെടിഞ്ഞപ്പോൾ. അങ്ങനെ സത്യവതിയുടെ മകനായിട്ടുള്ള ജമദഗ്നി രേണുവിന്റെ പുത്രിയായ രേണുകയെ വിവാഹം കഴിച്ചു. അവളില് ആ രേണുകയില് ജമദഗ്നിക്ക് വസുമാൻ മുതലായിട്ടുള്ള പുത്രന്മാരുണ്ടായി. അവരിലെ കനിഷ്ഠപുത്രൻ രാമൻ എന്ന് വിഖ്യാതനാകുന്നു. അതാണ് പരശുരാമൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.